ഹായ് ഡിയേഴ്സ്. അപ്പോൾ വൈകിട്ട് എന്താ പരിപാടി എന്നല്ലേ? കുറച്ച് വലിയൊരു വരാല് കിട്ടിയായിരുന്നു. അത് ദേ കഷ്ണമാക്കിയിട്ടുണ്ട്. അത് കറി വെക്കാനായിട്ട് പോവുക. കോട്ടയം സ്റ്റൈലിലാണ് വെക്കുന്നത് കേട്ടോ. ഇനി വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ട്. കുടംപുളി ഇട്ട് വെച്ച മീൻ കറിയാണ് കേട്ടോ. പിന്നെ ഉണ്ട്, ലേശം ഞാൻ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എരിവ് ഇച്ചിരി കുറയ്ക്കാൻ വേണ്ടിയാണ്. ഒത്തിരി എരിവൊന്നും കാണത്തില്ല, കാശ്മീരി ചില്ലി ആയതുകൊണ്ട് അതിൻ്റെ കളറാണ് ഇങ്ങനെ. അപ്പം തുടങ്ങാം. അപ്പം വെളിച്ചെണ്ണ ഒഴിക്കാവേ. ഇടുവോ? എനിക്ക് പാചകമൊന്നും അത്രയ്ക്കൊന്നും അറിയത്തില്ല, എങ്കിലും ഞാനങ്ങ് കടുക് ഇടും കേട്ടോ. അങ്ങനെ കടുക് പൊട്ടിക്കൊണ്ട് നിൽക്കുവാണ്. കുറച്ച് ഉലുവ, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയേക്കാം. വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളർ പോലെ ആകുന്നിടം വരെ ഇളക്കട്ടെ. ഇപ്പം പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി മുളക്, മല്ലി, മഞ്ഞൾ എല്ലാം ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക. ഒരുപാട് കരിക്കണ്ട കേട്ടോ. നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. മൺചട്ടി എല്ലാം പൊട്ടിപ്പോയി, അത് കാരണം ഈ പാത്രത്തിൽ വെക്കുന്നത്. ഇനി വേറെ മൺചട്ടിയൊക്കെ വാങ്ങിക്കണം എനിക്ക്. ആവശ്യത്തിന് ഉപ്പിടുക. നന്നായി തിളച്ചിട്ടുണ്ട്. ഇത് നേരത്തെ കഴുകി വെച്ചതാണ്. ഒഴിച്ചേക്കാം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ അതിനകത്തോട്ട് പെറുക്കിയിടാം. അടച്ചു വെക്കാം, നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി കഷ്ണം എല്ലാം കൂടെ അതിനകത്തോട്ട് പെറുക്കിയിടാം. അപ്പം മഴക്കാലം ആകുമ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വരാല് കറി വെക്കാറുണ്ടോ? എനിക്ക് വരാല് വെട്ടാനൊന്നും ചോദിനറിയത്തില്ല. ഒക്കെ വെട്ടി കിട്ടിയതാണ്, അതുകൊണ്ട് കറി വെക്കുവാണ്. അല്ലായിരുന്നേ ഞാനിവിടെ ബഹളം ഉണ്ടാക്കിയാണ് വരുന്നത്. അപ്പം ഇനി ഇത് നിന്ന് വേകട്ടെ, അടച്ചു വെച്ചേക്കാം. ഞാൻ അടുക്കളയിൽ കയറിയ ഭയങ്കര സൗണ്ടാണ്. സൗണ്ട് ഉണ്ടാകരുതെന്ന് വിചാരിച്ച് പതിയെ ഓരോന്ന് എടുക്കുമ്പോഴത്തേനും എല്ലാം പൊത്തോന്ന് താഴോട്ട് വീഴും. അപ്പം നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണോ? കുറച്ച് സമയമായില്ലേ, ഇപ്പം മീനൊക്കെ വെന്ത് കാണും. നമുക്ക് നോക്കാവേ.